കർണാടകത്തിലെ ഡി.കെ. ശിവകുമാർ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയും എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകനുമായ പ്രിയങ്ക് ഖാർഗെ ആർ.എസ്.എസിനെതിരെ ഉയർത്തിയ അസാധാരണമായ നിയമപരമായ വെല്ലുവിളി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കടുത്ത ആർ.എസ്.എസ്. വിരുദ്ധ നിലപാട് അതിർത്തിക്കിപ്പുറം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെയും യു.ഡി.എഫിനെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത്. അധികാരത്തിലേറി നാളുകൾ മാത്രമാവുമ്പോഴേക്കും വി.ഡി. സതീശൻ നേരിടുന്ന രാഷ്ട്രീയ ആരോപണമാണ് ബി.ജെ.പിയോടുള്ള സർക്കാരിന്റെ മൃദു സമീപനം. പ്രതിപക്ഷത്തുള്ള സി.പി.ഐ മാത്രമല്ല, സമസ്തയുടെ മുഖപത്രം പോലും ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറുന്നതിനിടെയാണ് പ്രിയങ്ക് ഖാർഗെയുടെ നടപടികൾ കേരളത്തിലെ കോൺഗ്രസിന്മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നത്. ആർ.എസ്.എസിനെതിരെ പ്രിയങ്ക് ഖാർഗെ ഒരു പ്രസ്താവന നടത്തുകയല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് അതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കൃത്യമായ നിയമവശങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ആർ.എസ്.എസ്. ഒരു ഔദ്യോഗിക സംഘടനയായോ അല്ലെങ്കിൽ ഒരു NGO ആയോ രാജ്യത്തെ നിയമപ്രകാരം എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയെന്ന് അവകാശപ്പെടുകയും ആയുധങ്ങളുമായി തെരുവുകളിൽ മാർച്ചുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയ്ക്ക് പൊതുജനങ്ങളോടും നിയമത്തോടും എന്ത് ഉത്തരവാദിത്തമാണുള്ളത് എന്നാണ് പ്രിയങ്ക് ഖാർഗെയുടെ ചോദ്യം. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ആർ.എസ്.എസിനെ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ വെല്ലുവിളിച്ച ഖാർഗെ, ആർ.എസ്.എസ്. എന്നത് കേവലം ഒരു വ്യക്തികളുടെ കൂട്ടായ്മ എന്ന ലേബലിൽ ഒതുങ്ങി നിന്ന് നികുതി ആനുകൂല്യങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും മറച്ചുവെക്കുകയാണെന്നും ആരോപിക്കുന്നു. അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത കൊണ്ടുവരാൻ നിയമനിർമ്മാണം നടത്തുമെന്നാണ് പ്രിയങ്ക് ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർണാടകത്തിൽ കോൺഗ്രസ് ആർ.എസ്.എസിനെ പ്രതിരോധിക്കാൻ നിയമപരമായ നീക്കങ്ങൾ നടത്തിയാൽ അതൊരു ദേശീയ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ മാറും. അങ്ങനെ വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരും അതിനെ പിന്തുണച്ച് നിയമനിർമ്മാണത്തിനിറങ്ങുമോ എന്നതാണ് ചോദ്യം. കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ കേന്ദ്ര സർക്കാരിനോടും ആർ.എസ്.എസിനോടും ഗവർണറോടും തികഞ്ഞ നിശബ്ദതയും മൃദുസമീപനവും പാലിക്കുകയാണ്. ആർ.എസ്.എസ്. ബന്ധമുള്ള വ്യക്തികൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് മുതൽ വകുപ്പ് സെക്രട്ടറി പോസ്റ്റിൽ വരെ നിയമിക്കപ്പെടുന്നു എന്ന ആരോപണം കോൺഗ്രസിൽ നിന്നും യു.ഡി.എഫിൽ നിന്നും തന്നെ ഉയരുന്നു. കാപ്പ കേസ് പ്രതിയായ ബി.ജെ.പി. നേതാവിനെ പിടികൂടുന്നതിനിടയിൽ പോലീസ് ഓഫീസർ ആകാശത്തേക്ക് വെടിയുതിർത്ത സംഭവത്തിൽ ഒരു മന്ത്രി തന്നെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്നു. PM-ശ്രീ അടക്കം പ്രതിപക്ഷത്തിരിക്കെ വിമർശിച്ച പലതിനെയും ന്യായീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ആർ.എസ്.എസിനെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്താൻ എങ്ങനെയാണ് സർക്കാർ തയ്യാറാവുക? PM-ശ്രീ മുതൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടക്കമുള്ള വിഷയങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ മോദിയുമായും ബി.ജെ.പിയുമായും ഡീൽ നടത്തുകയാണ് എന്ന് രാഷ്ട്രീയ പ്രചാരണം നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കേന്ദ്ര സർക്കാരിന്റെയോ ഗവർണറുടെയോ നിലപാടുകളെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാകുന്നില്ല. യൂണിവേഴ്സിറ്റികളിൽ ആർ.എസ്.എസുകാരെ ഏകപക്ഷീയമായി ഗവർണർ നിയമിക്കുമ്പോൾ തികഞ്ഞ മൗനത്തിലാണ് സർക്കാർ. എന്തുകൊണ്ടാണ് കർണാടകത്തിലെ കോൺഗ്രസ് കാണിക്കുന്ന ആർജവം കേരളത്തിലെ കോൺഗ്രസിന് കാണിക്കാൻ സാധിക്കാത്തത്? രണ്ട് സംസ്ഥാനങ്ങളിലെയും വ്യത്യസ്തമായ രാഷ്ട്രീയ ഭൂപ്രകൃതിയാണ് അതിന് കാരണം. കർണാടകത്തിൽ കോൺഗ്രസിന് ബി.ജെ.പിയുമായി നേരിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്. അവിടെ ആർ.എസ്.എസിനെ കടുത്ത ഭാഷയിൽ ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പിന്നോക്ക വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാന ശത്രു ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ നേരിടാൻ എല്ലായ്പ്പോഴും ഹൈന്ദവ വോട്ടുകളിൽ വിള്ളൽ വീഴാതിരിക്കാൻ കോൺഗ്രസ് പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട്. പൊതുശത്രു എന്ന നിലയിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോലീബി പോലുള്ള രാഷ്ട്രീയ സഖ്യങ്ങളും ഇവിടെ രൂപപ്പെട്ട ചരിത്രമുണ്ട്. ഈ ഒരു ബാലൻസിംഗ് ആക്ട് അല്ലെങ്കിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് അവരെ ആർ.എസ്.എസിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പ്രിയങ്ക് ഖാർഗെ കർണാടകത്തിൽ നടത്തുന്ന നീക്കങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. യഥാർത്ഥ കോൺഗ്രസ് കർണാടകത്തിലാണ്, കേരളത്തിലേത് ബി.ജെ.പിയുടെ ബി ടീമാണ് എന്ന നറേറ്റീവ് ഒഴിവാക്കാനായി ചില പ്രസ്താവനകളൊക്കെ നടത്തിയാലും ആർ.എസ്.എസുമായി ഒരിക്കലും നേരിട്ട് മുട്ടാൻ വി.ഡി. സതീശൻ സർക്കാർ തയ്യാറാവില്ല. എന്നാൽ ആർ.എസ്.എസിനെതിരെ നീങ്ങിയില്ലെങ്കിൽ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വരാനും സാധ്യതയുണ്ട്. കർണാടകത്തിലെ ഭരണകൂടം കാണിക്കുന്ന ആർജവത്തിന്റെ പകുതി പോലും കേരളത്തിലെ സർക്കാർ കാണിക്കുന്നില്ല എന്ന തോന്നൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായാൽ മുസ്ലിം ലീഗും വലിയ പ്രതിസന്ധിയിലാകും. കർണാടകത്തിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നയമായി പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്ന കാര്യം കൂടിയുണ്ട്. പ്രിയങ്ക് ഖാർഗെ കർണാടകത്തിൽ തുറന്നുവിട്ടത് വെറുമൊരു രജിസ്ട്രേഷൻ വിവാദമല്ല, മറിച്ച് ബി.ജെ.പിക്കും ആർ.എസ്.എസിനുമെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്ന ചോദ്യം കൂടിയാണ്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസും സർക്കാരും എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.